ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഓട്ടട ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ടൻ ചായ മാത്രം മതി ഇത് കഴിക്കാൻ, കറികളൊന്നും വേണ്ട. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കൂടാതെ ഇതിന് മുമ്പ് ഞാനിത് ഓട്ടടയായിട്ട് വന്നപ്പോൾ ഒരുപാട് പേർ സ്വീകരിച്ചിട്ടുണ്ട്. 58K വ്യൂസ് എനിക്ക് കിട്ടിത്തന്ന ഓട്ടട ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ തന്നെ ആദ്യം തന്നെ അരി നന്നായിട്ട് കുതിർക്കാൻ വെക്കുകയാണ്. 5 മണിക്കൂറിന് ശേഷം ഞാൻ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ആ ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഇതുപോലെ വരണം വെള്ളം. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് അല്പം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി അഥവാ ഇതിൻ്റെ കൂടെ പായതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതിയിട്ട് വെളിച്ചെണ്ണ. ഇപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം വീണ്ടും 1 കപ്പ് ചോറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി നമ്മുടെ ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അപ്പം നമ്മുടെ ഓട്ടയുടെ മാവ് റെഡി. അപ്പോൾ ഈസി ആയിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ. കുഴക്കണ്ട, പരത്തണ്ട. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമായി കിട്ടും. ഇപ്പോൾ ഞാൻ മൺചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മൺചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് മൺചട്ടി ചൂടായി വരണം കേട്ടോ. അത് ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഓട്ടട അടച്ച് വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് നല്ല ഓട്ടായിട്ടുള്ള നമ്മുടെ ഓട്ടട റെഡി. അപ്പോൾ ഇത് കാണാൻ തന്നെ ഭംഗിയുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ ഓട്ടട. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. പിന്നെ ഇതിലേക്കൊരു കട്ടൻ ചായ മാത്രം മതി, അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചിക്കൻ കറിയോ എന്തും കൂട്ടി കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട എത്ര എളുപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സൈനിങ് ഔട്ട്, അസ്നാ സക്കീർ.